ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. പിന്നെ ഇന്നാൾ വീഡിയോ ഇട്ടതിൽ കുറച്ചൊക്കെ ആൾക്കാർ എവിടെ നിന്നൊക്കെ കാണണമെന്നൊക്കെ ഇട്ടുണ്ടായിട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഉണ്ണിയുടെ 90 കഴിഞ്ഞിട്ട് മറ്റന്നാൾ ശനിയാഴ്ച ഇക്കാടെ അവിടേക്ക് പോവുന്നുണ്ട്. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞത് നാളെ വിളിക്കാൻ വരുന്നു പറഞ്ഞിട്ട് തന്നായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വിഷമൊക്കെ ഉണ്ട്, ഇല്ലാണ്ടിരിക്കൂലല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒതുക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നാളെ വിളിക്കാൻ വരില്ല, അപ്പം നാളെ രാവിലെ ഒന്നും നടക്കൂല വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കിയിരുന്നാണ്. അപ്പോൾ കുറച്ച് വിഷമമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടും എനിക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഒരു 1.5 മാസത്തോളം അവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ മക്കളെ ഒതുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കൊട്ടയിൽ ഉണ്ണിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഡ്രസ്സും സാധനങ്ങളും, ആ വലിയ ബാഗ് ഫുൾ എൻ്റെ ഐറ്റംസാണ് കേട്ടോ. എൻ്റെ ഐറ്റംസ് പിന്നെ കുറേ ഐറ്റംസ് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പർച്ചേസിങ് നടത്തില്ലായിരുന്നില്ല, ബെഡ്ഷീറ്റും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ആക്കി സെറ്റാക്കി വെച്ചേക്കാണ്. ഈ കവറിൽ ഉണ്ണിയുടെ ഡ്രസ്സും അതിലും ഉണ്ണിയുടെ ഡ്രസ്സാട്ടോ. പിന്നെ ഒരു ബാഗ് നിറച്ചുണ്ട്, അതിലും ഉണ്ടാവും ഡ്രസ്സ്. അത് ഞാൻ ആദ്യമേ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് വലിയ ഡ്രസ്സുകളാണ്. അപ്പം അത് കണ്ട് വേറെ ബാഗിലേക്കൊക്കെ വെച്ചേക്കണം. അപ്പം അതങ്ങനെ ആക്കി കാരണം കൊണ്ട് എനിക്കത് വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ നമ്മൾ ഒതുക്കി സെറ്റാക്കി വെച്ചേക്കേട്ടാ. അങ്ങനെ ബെഡ്മുലൊക്കെ നിറച്ചായിരുന്നു ഡ്രസ്സുകളൊക്കെ. ഇന്നലെ അയിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പറക്കി കൊടുത്തിട്ടൊക്കെ പാക്കിങ് ആയിരുന്നു. ഈ സമയമില്ലല്ലോ വെച്ചിട്ട്. അപ്പം ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വിളിച്ച് പറഞ്ഞത് നാളെ വരുന്നില്ല, മറ്റന്നാളെ വരുന്നുള്ളൂ. അപ്പം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്കാടെ അവിടെ ഇക്കാടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡെലിവറി പ്രഗ്നൻ്റ് ആയിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടും 90 കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടൊരു 1.25 വർഷമൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കണം. അപ്പം അത് കാരണം കൊണ്ട് പോകുമ്പോൾ കുറച്ചൊക്കെ വിഷമമുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതേമാതിരി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ, ആ ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ നാളെ പോവില്ലേ എന്ന് വെച്ചൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇക്ക വിളിച്ച് പറഞ്ഞത് നാളെല്ല മറ്റന്നാൾ വിളിക്കാൻ വരുന്നുള്ളൂ പറഞ്ഞിട്ടോ. അപ്പോൾ ഇത്തിരി സമാധാനം. എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒതുക്കലും പിടിക്കലൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറേയൊക്കെ ഒതുക്കി. പിന്നെ ഇക്ക വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നിർത്തിവെച്ച്, ബാക്കി നാളെ ചെയ്യാൻ വിചാരിച്ച്. ഞാൻ ഉച്ചക്ക് തുടങ്ങിയ ഒതുക്കലട്ടാ. ഇപ്പം നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്, ഉച്ചക്ക് തുടങ്ങി ഒതുക്കലാണ്. അപ്പോൾ കാണിച്ചതാട്ടാ. അപ്പോൾ ഒതുക്കല് ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് ഒതുക്കാനൊക്കെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ ഒതുക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് ഉണ്ണിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടിലും കാര്യങ്ങളൊക്കെ. തൊട്ടിൽ മറ്റേതില്ലേ നമ്മൾ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടണ തൊട്ടിൽ. അപ്പോൾ അത് നമ്മളത് അയച്ചു വെക്കണം. അപ്പോൾ അത് നേരത്തോടെ അയച്ചു വെച്ച്. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ട് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ണിക്ക് വേണ്ടി ഇവിടുന്ന് വാങ്ങിച്ച കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ 6 മാസമായി കഴിഞ്ഞ ഉണ്ണികൾക്ക് കുറുക്ക് കൊടുക്കില്ല, അപ്പോൾ അതിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവാനുള്ളതൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ എടുത്തിട്ടൊന്ന് പാക്ക് ചെയ്യണം. അപ്പം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം വെച്ചോക്കളും. ഉണ്ണിയുടെ കരച്ചിലെല്ലാം കൊണ്ടും ഒറ്റക്കൊന്നും ആവുണ്ടായിരുന്നില്ല. ഉമ്മ എന്നിട്ടൊക്കെ സഹായിച്ചിരുന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ മറ്റന്നാളെ വരുന്നുള്ളൂ പറഞ്ഞപ്പോൾ, മറ്റന്നാൾ മീൻസ് ശനിയാഴ്ച കേട്ടോ. ഞാനിപ്പോൾ വ്യാഴാഴ്ച രാത്രിയാണ് ഇപ്പോൾ ഈ വ്ളോഗ് എടുത്തുള്ളത്. അപ്പോൾ ഇനി ബാക്കി നാളെ ഒതുക്കാൻ വിചാരിച്ച്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അങ്ങോട്ട് പോവില്ലേ, ചെറിയ വിഷമം. പിന്നെ ഇൻഷാ അല്ലാഹ് മെല്ലെ ഓക്കെ ആവും. അത് കാരണം കൊണ്ട് പിന്നെ നോർമലി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഡെലിവറി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ. അപ്പം അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല.
എന്നാലും ഇനി പോവാൻ സമയത്ത് കാണാം. ഞാൻ ആ സമയത്തുള്ള വ്ളോഗ് ഇൻഷാല്ലൊക്കെ എടുക്കുമ്പോ നിങ്ങൾക്ക് കാണാലോ. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുവിധം ഒതുക്കങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ്. പിന്നെ ഉണ്ണിയുടെ മരുന്നും ഐറ്റംസും, മരുന്ന് വിറ്റാമിൻ്റെ മരുന്നുണ്ടായിരുന്നു, അപ്പം അതും പിന്നെ ഉണ്ണിയുടെ പൗണ്ട് കൺവിഷ് ഐറ്റംസും ഒക്കെ ഞാനൊരു ബോക്സിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്, ഇനി ഡെലിവറി കഴിഞ്ഞ ഫയലും കാര്യങ്ങളും അതൊക്കെ എടുത്തേക്കണം. നമുക്ക് എപ്പോഴും ആവശ്യം വരാമെന്ന് അറിയില്ലല്ലോ. അപ്പം അതൊക്കെ ഇനി എടുത്ത് സെറ്റാക്കി വെക്കണം. അപ്പം അതിന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉണ്ണൊന്നും എഴുന്നേറ്റ്, അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പകുതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് പോയിട്ടോ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കരച്ചിലും മുറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല, അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ചാവക്കാടുന്ന് നേരെ കുറേ നാളുകൾക്ക് ശേഷം ചാവക്കാടുന്ന് വല്ലപ്പുഴയിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആവും ഇനി ഉണ്ടാവുക. ഇവിടുത്തെ വീഡിയോസ് കഴിഞ്ഞ് ഇനി ഇൻഷാല്ലാ കല്യാണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കല്യാണമാണ്, കസിൻ്റെ കല്യാണം ഉണ്ട്, ഇനി അതിൻ്റെ വരവുണ്ടാവുക. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇനി ഉണ്ടാവുക. ഇനി മറ്റന്നാൾ കൊണ്ടുപോകുന്നൊരു വീഡിയോ ഉണ്ടാവും. അപ്പം ഇനി ആ വീഡിയോ വിഷമം ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അതിൽ കാണാം. ഞാൻ ആ സമയത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പത്തെ വീഡിയോസ് ഇനി അപ്പം കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെ കേട്ടോ. പോവാനുള്ള തയ്യാറെടുപ്പാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ, അസ്സലാമു അലൈക്കും.